ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പം രാവിലെ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ലഞ്ച് ബോക്സിന് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പം ലഞ്ച് ബോക്സിന് വേണ്ടി രാവിലെ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് തലേദിവസം തന്നെ നമുക്ക് വൃത്തിയാക്കി വെക്കേണ്ടി വരും. കാരണം നല്ല മെനക്കെട്ട പരിപാടിയാണ്. ഇത് ചുരണ്ടി എടുക്കുന്നതിന് മെനക്കെട്ട പരിപാടി, അത് എളുപ്പ പരിപാടി. കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് വെള്ളത്തിട്ട് വെക്കുമ്പോഴത്തേക്ക് ഇത് കുതിർന്ന് കിട്ടും തൊലി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചുരണ്ടി എടുക്കാം. ചുരണ്ടി എടുത്തിട്ട് ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. എന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എത്ര കഴുകിയാലും നല്ല മണ്ണും ചെളിയും നിറഞ്ഞിരിക്കും ഇതിനകത്ത്. അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലുള്ള ചീവക്കിഴങ്ങാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് വൃത്തിയാക്കാൻ ഒരു 5 മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളയുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിൽ മണ്ണ് വന്ന് അടിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഉലർത്തി എടുത്താൽ മതി. മണ്ണ് പാത്രത്തിൻ്റെ അടിയിൽ പോയിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടിൽ നിറയെ മണ്ണായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അറിയാൻ വയ്യാത്ത ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചീവക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് മാത്രം മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ചീവക്കിഴങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പം അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒന്ന് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി മെഴുക്ക് പുരട്ടാനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കാം. അപ്പോൾ കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിവതും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക, എന്നാലാണ് ടേസ്റ്റും കൂടുതൽ കിട്ടുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 10-20 ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി എത്രയും ചേർക്കുന്നോ അത്രയും രുചിയാണ് മെഴുക്കുവരട്ടിക്ക്. അപ്പോൾ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് കാരണം കുറച്ച് മെനക്കെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊന്ന് 2ആയിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നന്നായിട്ട് വെച്ചാൽ നല്ല ബ്രൗൺ ഷെയ്ഡിൽ വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഉള്ളിയെല്ലാം ഈ ഒരു പരുവത്തിൽ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചീവക്കിഴങ്ങ് ഉള്ളിയും അതേപോലെ എണ്ണയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർക്കുമ്പം മെഴുക്ക് വരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ മെഴുക്ക് വരട്ടി വെച്ചതിൽ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ മെഴുക്ക് വരട്ടി വെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ചീവക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവേണ്ട കാര്യമൊന്നുമില്ല. എണ്ണയിലിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം കുറച്ച് സമയത്ത് ഇങ്ങനെ ഒന്ന് എടുക്കുമ്പോഴാണ് മെഴുക്കുവരട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുന്നത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്